ഹലോ മച്ചന്മാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ദീപണ്ണൻ ഷോപ്പിൽ പോകാൻ തുടങ്ങി 3-ാം തീയതി മുതൽ. അപ്പോൾ എനിക്കിനി 3 മാസം റെസ്റ്റാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും പോയി നമ്മളെ രൗദ്രക്കുട്ടി മാത്രമുണ്ട് ഇവിടെ. അപ്പോൾ രൗദ്രക്കുട്ടീനെ ഇങ്ങനെ നോക്കുക, ഇവിടെ ഇരിക്കുക, എക്സസൈസ് ചെയ്യുക, കിടക്കുക, മരുന്ന് കഴിക്കുക. അപ്പോൾ അങ്ങനെ കല്ലറ ചില്ലറൊക്കെ ആയിട്ട് ആൾക്കിട്ട് പോണ്. അപ്പോൾ നമുക്ക് ദീപണ്ണായിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ നമ്മുടെ കുറേ ചെറിയൊരു ഫാം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫാം ആക്കി മാറ്റണം നമുക്ക്. ഈ ഒരു ചെറിയൊരു സംരംഭം നമുക്ക് വലുതാക്കിയിട്ടൊരു ഫാം ആക്കിയുള്ള എൻ്റെ ലക്ഷ്യം. ഒരു സ്ഥലമൊക്കെ എടുത്ത് കുറച്ച് ഐവറിയും എല്ലാം സെറ്റാക്കി, കുറച്ച് കിളികളും നമ്മളെ ആഫ്രിക്കൻ ലവേഴ്സും നമ്മളെ നോർമൽ ലവേഴ്സും ഫിഞ്ചസും അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തിക്കൊണ്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ഇഷ്ടം, എൻ്റെ ഒരു സ്വപ്നം, എൻ്റെ ആഗ്രഹവും അതാണ്. കുറച്ച് പ്രാവുകൾ, അവർ മുട്ടയിട്ട് കുട്ടികളുണ്ടാവുക, ലവേഴ്സ് മുട്ട വിരിഞ്ഞ് കുട്ടികളുണ്ടാവുക, അതൊക്കെയല്ല നമ്മളൊരു സന്തോഷം. നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ മൈൻഡ് മാറാതിരിക്കാനും നമുക്ക് സന്തോഷത്തിലോട്ട് ഇങ്ങനെ നടക്കാനും നമുക്ക് ഈ ഇറ്റിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യം നടക്കുള്ളൂ. അപ്പോൾ എന്താക്കി 3 ഡബ്ബുകളിലായിട്ട് നമ്മൾ ഒന്നിൽ ഗപ്പീസ് ഉണ്ട്. ഇത് പിന്നെ ദീപണ്ണിൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് അളിയൻ കൊടുത്തതാണ്. അളിയൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ ഗപ്പീസ് ഉണ്ട്. അപ്പോൾ മിക്സ്ഡ് ഗപ്പീസിന് ഒന്ന് ചെറുതായിട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഇതിൽ ഗപ്പീസ് ഉണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. പിന്നെ ഇതിൽ നമ്മളെ ബ്ലാക്ക് മോളീൻ്റെ കുട്ടികളുണ്ട്. ഇതിൽ ബ്ലാക്ക് മോളീൻ്റെ കുട്ടികളുണ്ട്. പിന്നെ ഇതിൽ നമ്മളെ ബ്ലാക്ക് മോളീൻ്റെ അഡൽട്ട് സൈസായ കുറേ ആൾക്കാർ നമുക്ക് ഇതിലുണ്ട്. ഇവർക്ക് ഞാൻ ഫീഡ് കൊടുത്ത കുട്ടികളുണ്ടായിട്ടുണ്ട്. ഒരു കുട്ടി പാലിൻ്റെ അടിയിൽ പോയിട്ടുണ്ട്. പിന്നെ ഇത്രയും ബ്ലാക്ക് മോളി ഉള്ളതും കൊണ്ട് നമുക്ക് എപ്പോഴും നോക്കിയിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ 1-2 ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം അവർ പ്രസവിക്കാനായി, അവർ പ്രസവിക്കും. അപ്പോൾ നമുക്ക് അവരെ തന്നെ നോക്കാം. പക്ഷേ ഇത് ഇത്രയും ആൾക്കാരുണ്ട്, ഏതാണ് പ്രസവിക്കാമെന്ന് നമുക്കറിയില്ല. അപ്പോൾ കുറച്ച് കുട്ടികളെ മാറ്റിയിട്ടുണ്ട്. ഇതിലും കുറച്ച് കുട്ടികളുണ്ട്, ഇതാ മേലെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഗപ്പീസ് ഇതുണ്ട്. ഇതിൽ പിന്നെ വൈറ്റ് മോളീനെ ഇട്ടിട്ടുണ്ട്. വൈറ്റ് മോളീനെ അതിൽ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്കപ്പോൾ ഡബ്ബൊക്കെ കിട്ടുള്ളൂ. ഡബ്ബ നമ്മൾ അമ്പലയിലുള്ള പെറ്റ് ഷോപ്പിലെ ചേട്ടൻ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ വീണിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മൂപ്പരും ഇതേപോലെ വീണിട്ട് ഇങ്ങനെ കുറേ കൊല്ലം ഇങ്ങനെ കിടപ്പും രോഗികളൊക്കെ ആയിട്ട് ആൾക്കാർ പലതും പറയുക. പക്ഷെ അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ സന്തോഷമാണ് വലുത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഹാപ്പിയായി ഇരിക്കുകയോ അത് നമ്മളാണ് നോക്കേണ്ടത്. നമ്മൾ എത്രത്തോളം ഹാപ്പിയായി ഇരിക്കണം, എങ്ങനെയാണ് നമ്മൾ ഏത് വഴിയിലൂടെയാണ് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് നമ്മളാണ് ചിന്തിക്കുക. നമ്മളാണ് ആ വഴിയിലേക്ക് നടക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഹാപ്പി ആയിരിക്കേണ്ട സംഗതികൾ കുറച്ച് ഇതിൽ നമുക്ക് കുറച്ച് നല്ല ഗപ്പീസ് ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് ഡബ്ബുകളിലേക്ക് വന്നിട്ട് ഡബ്ബയിലേക്ക് മാറ്റാനുണ്ട്. പിന്നെ നമ്മുടെ ലവേഴ്സ്, ഇവരെ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടേക്കുക. ഇതിൽ നമ്മൾ പോട്ടും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഇവർ കളിച്ച് ആർമാദിക്കട്ടെ. പക്ഷെ ഇതിലങ്ങനെയല്ല. ഇതിൽ നമുക്ക് കുറച്ച് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് വെച്ചേക്കുക. ഇതിലപ്പോൾ ഒരു 5 പോട്ടുണ്ട്. അതിൽ മുട്ട ഇട്ടിട്ടുണ്ട്. എല്ലാത്തിലും ഇല്ല, 1-2 മുട്ട ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഹൈറ്റിൽ കയറി നിൽക്കാൻ എനിക്കാവില്ല. അപ്പോൾ ഞാൻ എന്താക്കി ഫുഡ് കൊടുക്കും, ഡെയിലി ഒന്ന് മാറ്റി കൊടുക്കും, തേനയും കൊടുക്കും. പിന്നെ നമ്മളെ സീഡ്സ് ഉണ്ട്. പിന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ചെറുപയർ മുളപ്പിക്കുക, അതൊന്നും ഇപ്പോൾ കൊടുക്കലില്ല. പിന്നെ കുട്ടി മുട്ട വിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റസ്ക് ഒന്ന് ചെറുതായിട്ട് നനച്ച് വെക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറിയ രീതിയിലുള്ള നമ്മളെ കുറച്ച് മീൻ വളർത്തണം, നമ്മളെ ലവ് ബേഴ്സുകളെയും പിന്നെ കുറച്ച് പ്രാവിനൊക്കെ വളർത്തണമെന്നുണ്ട്. പ്രാവിനെ വളർത്തണ്ടെന്ന് മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട്, വളർത്തുന്നു. പക്ഷെ നമ്മളെ വീട്ടിൽ പറ്റിയ സാഹചര്യമില്ല. കാരണം പ്രാവിനെ വളർത്തിക്കഴിഞ്ഞാൽ വീട് മുടിയുന്നു. പിന്നെ അങ്ങനെയുള്ള ചില്ലറ കുറേ കോപ്പിൽ ഓരോരോ ആചാരങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ പണ്ടുള്ള ആൾക്കാരൊക്കെ ഈ ചെറിയ കുടിലും കാര്യമൊക്കെ മേഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ നാടൻ പ്രാവുകൾ, എല്ലാ പ്രാവുകളും ഇപ്പോഴല്ലേ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന പ്രാവുകളൊക്കെ ഇറങ്ങിയത്. അതിലുള്ള പ്രാവുകളൊക്കെ വന്ന് കാഷ്ടിക്കും. ഇപ്പോൾ ഓലപ്പരയൊക്കെയാണ്, അതിൻ്റെ മേലെ വന്ന് കാഷ്ടിക്കും. അത് മാസം അങ്ങനെ കഴിയും തോറും അത് കാട്ടിരിക്കുന്ന ഭാഗം ദ്രവിച്ചിട്ട് പോകും. അപ്പോൾ വീടിങ്ങനെ നമ്മളെന്താ എന്തിപ്പോൾ ഓൾറെഡി ഇപ്പോൾ കുറേ ഒരു ഓലപ്പുര മഴ പെയ്ത് നനഞ്ഞു പോയാലും വീട് നശിച്ചു പോകില്ല. ഇപ്പോൾ പ്രാവിനെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ കാര്യം? പിന്നെ പ്രാവ് വന്നാൽ ധനം ഉണ്ടാവില്ല, മറ്റേതുണ്ടാവില്ല. ഈ പ്രാവിനെ വിറ്റ് ജീവിക്കണവർ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ നമ്മളെ വീടിൻ്റെ അടിയിലൊന്ന് വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ പ്രാവിനെ വളർത്തുന്നവർ എത്ര ആൾക്കാരുണ്ട്, അങ്ങനെ കാണുന്നവരൊക്കെ ഉണ്ടെന്ന് നമ്മളെ വീടിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എനിക്കും പ്രാവിനെ വളർത്തണമെന്നുണ്ട്. നല്ല ജോഡി പ്രാവിനെ കിട്ടുകയാണെങ്കിൽ ഞാനും വളർത്തും. പക്ഷേ നമ്മൾ വേറെ പോകേണ്ടി വരും, അതാണ് കുഴപ്പം. ഒന്നിനും വളർത്താൻ പറ്റില്ല, ആർക്കും ഇഷ്ടമല്ല. അമ്മയ്ക്കും അച്ഛനും ഇഷ്ടമല്ല, കിളീനും ഇഷ്ടമല്ല, പൂച്ചേനും ഇഷ്ടമല്ല. പൂച്ചേനെ എനിക്ക് വലിയ താല്പര്യമില്ല, പട്ടീനും എനിക്ക് വലിയ താല്പര്യമാണ്, പട്ടീനും ഇഷ്ടമല്ല, ഒന്നിനും ആർക്കും ഇഷ്ടമല്ല. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ രീതിയിൽ ചെറുതായിട്ട് എനിക്കിഷ്ടമുള്ള പോലെ ആരും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ എൻ്റെ ഒരു സൈഡായിട്ട് ഇങ്ങനെ ഓരോന്ന് നടത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ
ഇത് നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം നമുക്ക് സൈഡായിട്ട് നമുക്കിത് നോക്കാം. എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, ഞാൻ ഇലക്ട്രീഷ്യനാണ്, വയറിങ് പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ നമുക്കിപ്പോൾ വീണ് ഇങ്ങനെയുള്ള സാഹചര്യം കൊണ്ട് പറ്റ റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടർ. ഞാൻ കഴിഞ്ഞ 3-ാം തീയതി ഹോസ്പിറ്റലിൽ പോയി, അപ്പോഴും പറഞ്ഞു നല്ല റെസ്റ്റ് വേണം, മരുന്ന് എഴുതാൻ. പക്ഷേ മരുന്നിന് നല്ല ഡോസായി കൊണ്ട് ദീപുണ്ടെന്നായിട്ട് ഇനി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് തോന്നാം, എന്താണെന്ന് അറിയില്ല. അപ്പോൾ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ തലകർക്ക് ഇപ്പോഴും ഉണ്ട്, തലയ്ക്കൊന്നും ഒരു ഇത് കിട്ടണില്ല. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മൾ വീഡിയോ ഇപ്പോൾ കുറേ ദിവസമായല്ലോ നമ്മുടെ ചാനലുണ്ടായിട്ട്. അപ്പോൾ നമ്മുടെ ചാനലൊരു കാര്യം പറ്റരുത്. കാരണം നമ്മുടെ ചാനൽ മുന്നോട്ട് ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയതും നമ്മൾ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചന്മാരുടെ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഓന്നൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രം നമ്മൾ അപ്ലോഡ് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് അതാത് സമയത്ത് എത്തിക്കുള്ളൂ. നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമാണ് ഈവനിങ് 7 മണിക്കാണ് വീഡിയോ ഉണ്ടാവുക. പിന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഉണ്ട്, ഷോർട്ട് വീഡിയോസ് മാത്രം കാണുന്നവർ ശ്രദ്ധിക്കുക. നമ്മളെ ലെങ്ത് വീഡിയോസ് മൊത്തം കാണുക. നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോസ് ഉണ്ട്, ഒരുപാട് ചിത്രം വരയ്ക്കുന്ന വീഡിയോസ് ഉണ്ട്. നമ്മുടെ ചാനൽ തുടങ്ങിയപ്പം ഏകദേശം 3 വർഷമായി. നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് അടുത്ത വർഷമാകുമ്പോൾ തന്നെ നമുക്ക് ഈ ഏണിങ്സ് കിട്ടാനുള്ള, വരുമാനം കിട്ടാനുള്ള വഴി കണ്ടെത്തണം. അതിനാണ് ഡെയിലി വീഡിയോ ഇടണമെന്നുണ്ട്. പക്ഷേ എൻ്റെ സാഹചര്യം അതിനോട് അനുവദിക്കണില്ല. കാരണം എന്താ ഇപ്പോൾ വീഡിയോയുടെ ഇനിയിപ്പോൾ നമുക്ക് ചെറിയൊരു ഫാം, നമ്മളെ മീനുകൾക്ക് തീറ്റ കൊടുക്കണത് ഏതൊക്കെ വെറൈറ്റി. ഞാൻ എന്താ പറയുക, എനിക്ക് ആദ്യം 18 ടാങ്കോളം ഞാൻ ഈ സൈഡിൽ നമ്മളെ പഴയ വീഡിയോയിൽ ഉണ്ടാവും. അത് 18 കട്ട വെച്ച് നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ വെച്ചിട്ടൊരു 18 ടാങ്ക് ഞാൻ തരം തിരിച്ചിട്ട് അതിൽ ഓരോരോ ഗപ്പികളെ വെച്ചിട്ടുണ്ടായിരുന്നു. യെല്ലോ ടാക്സി, ഫുൾ ബ്ലാക്ക്, വൈറ്റ് ടെക്സിഡോ, അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ എണ്ണത്തിൻ്റെ പേരൊന്നും അറിയുന്നില്ല. പിന്നെ ഇപ്പോൾ എന്താണെന്ന് പറയുക, കുറേ എന്തൊക്കെയോ ആലോചിച്ചിട്ട് ഓരോരോ അവസ്ഥയാണ് നമ്മുടേത്. അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യം പറയണമെന്നുണ്ട്. പക്ഷേ എന്തിനാണ് നമ്മൾ ഓരോരോ കാര്യം നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ആവശ്യമില്ലല്ലോ, അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാത്തിനും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ നല്ലൊരു വീഡിയോസായിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളെ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പ്രാവിനെ വേണമെന്നുണ്ട്, പ്രാവിനെ മേടിച്ച് വളർത്തണമെന്നുണ്ട്. നമുക്ക് ഇനി ഡബ്ബ് ചേട്ടൻ ഇന്ന് നമ്മളെ പെറ്റ് ഷോപ്പ് നടത്തുന്ന ചേട്ടൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയത്തിനകം വരും. ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വരുന്നുണ്ട് കേട്ടോ മോനെ. അപ്പോൾ മോൻ്റെ എൻ്റെ സ്ഥലം ഒന്ന് കാണണം, എൻ്റെ അവസ്ഥ പറഞ്ഞത് കൊണ്ട് എനിക്ക് മൂപ്പര് ആ ചേട്ടൻ നല്ല സഹായം ചെയ്യുന്നുണ്ട്. നമ്മളെ കുന്നംകുളംകാരനാണ് ആ ചേട്ടൻ. അപ്പോൾ ആയിട്ട് നമുക്ക് എല്ലാ സഹായവും ചെയ്തിട്ടുണ്ട്. എനിക്ക് മീനൊക്കെ വെറുതെ തന്നിട്ടുണ്ട്. അത് എൻ്റെ ഇതുകൊണ്ടാണ്. കാരണം എൻ്റെ മൈൻഡ് മാറേണ്ട, സന്തോഷത്തോടെ ഇരുന്നോട്ടെ, എന്തെങ്കിലുമൊക്കെ ഒരു മൈൻഡ് മാറാതെ നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് മീനെയും ഇപ്പോൾ ഡബ്ബിയും ഇനി 2 ജോഡിയും ഗപ്പീനും എനിക്ക് തരുന്നുണ്ട്. അത് എന്തോ പേര് പറഞ്ഞോ, ഡെംബോയിറോ എന്തൊക്കെയോ പറഞ്ഞു, പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരുന്നുണ്ട്, പറയാൻ കിട്ടില്ല, ചേട്ടൻ വരുന്നുണ്ട്. കാരണം എനിക്ക് വെയിറ്റിംഗ് ആണ്. ആ വരുന്നതും കൂടി ഞാൻ എടുക്കാട്ടെ, വീഡിയോയിൽ ഉൾപ്പെടുത്താം. ചേട്ടൻ എന്തൊക്കെയാണ് തന്നതെന്ന് ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ.